നമസ്കാരം. ഒളിമ്പിക്സ് ഗോൾഡ് നേടി തിരിച്ച് അമേരിക്കയിലെത്തി അമേരിക്കയുടെ ആകെ പ്രശംസയൊക്കെ പിടിച്ചു പറ്റുന്ന സമയത്തും കാഷ്യസ് ക്ലേ ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ആരാണെന്ന് പറയണ്ടല്ലോ, വെളുത്ത വർഗ്ഗക്കാർ. ഹോട്ടലിലെ താമസമെല്ലാം കഴിഞ്ഞ് വളരെ ആഘോഷമായി ഒരു പോലീസ് എസ്കോർട്ടോട് കൂടിയൊക്കെയാണ് അദ്ദേഹത്തെ വീട്ടിലെത്തിക്കുന്നത്. അതിനടുത്തുള്ള ഒരു സ്റ്റേജിൽ വെച്ച് കെൻഡക്കി സ്റ്റേറ്റ് ഗവർണർ, ലൂയിവിൽ പോലീസ് ചീഫ് അവരെല്ലാം അനുമോദിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാഷ്യസ് ക്ലേയും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് റോണി എന്ന വ്യക്തിയും കൂടി അവരുടെ മോട്ടോർ സൈക്കിളുകളൊക്കെ എടുത്ത് കെൻഡക്കി ടൗണിലൂടെ ഒന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ അവര് ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നു. വാസ്തവത്തിൽ ആ റെസ്റ്റോറൻറ്റ് വെളുത്ത വർഗ്ഗക്കാർ മാത്രം ചെല്ലുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷെ അവിടേക്ക് കാഷ്യസ് ക്ലേ ധൈര്യമായിട്ട് ചെന്നു. കാരണം ഒരു ഒളിമ്പിക്സ് ചാമ്പ്യനാണല്ലോ ചെല്ലുന്നത്. ആ സമയത്ത് അവിടെ കുറെ ധനികപുത്രന്മാർ അത്യാവശ്യം വില്ലത്തിലൊക്കെ കാണിച്ച് ഹാർലി ഡേവിഡ്സൺ ബൈക്കിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു ടീം അവിടെ ഉണ്ട്. അവരെല്ലാം വളരെ പുച്ഛത്തോടെ കാഷ്യസ് ക്ലേയെ നോക്കുകയാണ്. കാഷ്യസ് ക്ലേയും സുഹൃത്തും അവിടെ ഇരുന്നു. ഒരു ഹാംബർഗ് ഓർഡർ ചെയ്തു. അവിടുത്തെ വെയിട്രസ് കാഷ്യസ് ക്ലേയെ കണ്ട് വളരെ ആവേശത്തോടെ വന്നെങ്കിലും ആ കൗണ്ടറിൽ ഇരുന്നിരുന്ന റെസ്റ്റോറന്റ് ഓണർ വിളിച്ചു, അവർക്കൊന്നും കൊടുക്കരുത്. പെട്ടെന്ന് റോണി കാഷ്യസ് ക്ലേയുടെ ഷർട്ടിനകത്ത് കൈയിട്ട് കഴുത്തിൽ എപ്പോൾ നോക്കിയാൽ ആ മെഡലിന് കഴുത്തിലിട്ടേക്കും. അത്രയും അറ്റാച്ച്മെന്റ് ആയിരുന്നു കാഷ്യസ് ക്ലേക്ക് ഈ ഒളിമ്പിക്സ് മെഡലിനോട്. അത് പുറത്തെടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, ഇതെന്താണെന്നറിയോ? ഇദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി നേടിയ ഒളിമ്പിക്സ് മെഡലാണ്. പെട്ടെന്ന് ആ ഗ്യാങ്ങിലുള്ള ഒരാള് എണീറ്റെടുത്ത് വന്നിട്ട് പറഞ്ഞു, അതിന്റെ പേര് ഫ്രോഗ് എന്നാണ്, വെളുത്ത് തടിച്ച ഒരു മനുഷ്യൻ. ആ ഗ്യാങ്ങിന്റെ ഇടയിലുള്ള ഒരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്, ഇതാ എന്റെ ഗേൾ ഫ്രണ്ടാണ് ഇരിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യേ, ആ മെഡലിങ് ഇതാ, ഞാൻ അവർക്ക് അതിൽ ഓർണമെന്റ് ആയിട്ട് ഇടട്ടെ. ഫ്രോഗ് പിന്നെയും പറയാണ്, വാസ്തവത്തിൽ നിന്നെ ലിഞ്ച് ചെയ്യേണ്ടതാണ്. ലിഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാർക്ക് ഒരു കാരണമില്ലാണ്ടങ്ങ് തല്ലിക്കൊല്ല. ഇവിടെ തൽക്കാലം ഈ ഒരു കോമ്പൻസേഷൻ മതി. കാഷ്യസ് ക്ലേ ഒന്നും വേണ്ടിയില്ല, കൈ ധരിച്ചു വരുന്നുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, പബ്ലിക്കായിട്ടൊരു ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളക്കാര് അവിടെ ഇടപെടും. അങ്ങനെ വരുന്ന സമയത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ശരിക്കുള്ള പ്രൊഫഷണൽ ഫൈറ്റ് വരാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് റോണിയും കാഷ്യസ് ക്ലേ കൂടി പുറത്തിറങ്ങി അവരുടെ മോട്ടോർ സൈക്കിൾ എടുത്ത് പെട്ടെന്ന് പോയി. അവർക്കറിയാം അധികം ദൂരം പോകാൻ പറ്റില്ല എന്ന്. കാരണം ഏറ്റവും നല്ല പവർഫുൾ ഹാർലി ഡേവിഡ്സൺ ആണല്ലോ. അല്പസമയം കഴിഞ്ഞപ്പോ അവര് ഇവരുടെ പുറകെ എത്തി. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഇവരാളൊഴിഞ്ഞ ഒരു ഭാഗത്തെത്തിയിരുന്നു. അവിടെ വെച്ച് ഫ്രോഗിനെയും അവന്റെ ഒരു കൂട്ടാളി കെൻഡക്കി സ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും കാഷ്യസ് ക്ലേയും റോണിയും കൂടി അടിച്ച് ഷേപ്പ് മാറ്റി. കാഷ്യസ് ക്ലേ ഇടി തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് ആവേശം മൂത്തു. അപ്പോഴേക്കും ഫ്രോഗിന്റെ ഗേൾ ഫ്രണ്ട് കരഞ്ഞുകൊണ്ട് വന്ന് കാലിൽ പിടിച്ചുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊന്നുകളാം. ഞാൻ അത്രയും ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു കാഷ്യസ് ക്ലേ. ഈ റോണിയുടെ കാര്യം പറയുകയാണെങ്കിൽ കാഷ്യസ് ക്ലേയോട് കൂടെ ഹൈസ്കൂൾ തൊട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് റോണി. കുറച്ചു കാലം ബോക്സിംഗ് ഒക്കെ ചെയ്തിരുന്നു, പിന്നീട് നിർത്തി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ല രസകരമായ ഒരു കൂട്ടുകെട്ടായിരുന്നു അവർക്ക് തമ്മിൽ. റോണിയുടെ ഗ്രാൻഡ് ഫാദർ അവിടെ ഒരു ലോണ്ടറി ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കാഷ്യസ് ക്ലേയേക്കാൾ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് റോണിയുടെ. റോണിയുടെ അമ്മ ഡെയിലി നല്ല ബീഫ് ഹാംബർഗ് കൊടുത്തയക്കും റോണിക്ക് കഴിക്കാൻ. റോണിക്കാണെങ്കിൽ ബീഫ് ഇഷ്ടമല്ല. അവൻ ആദ്യത്തെ ദിവസം തന്നെ കാഷ്യസ് ക്ലേയോട് സങ്കടം പറഞ്ഞു, അമ്മ എന്നും ഇതാ തരിക, എനിക്കാണെങ്കിൽ ഇതൊന്നും വേണ്ട. കാഷ്യസ് ക്ലേ ചോദിച്ചു. കാഷ്യസ് ക്ലേക്ക് ആണെങ്കിൽ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു എമൗണ്ട് അമ്മ കൊടുത്തു വിടുകയാണ് ചെയ്യുക. 2 നിക്കൽ. ഒരു നിക്കൽ എന്ന് പറഞ്ഞാൽ 5 സെന്റ്. അപ്പൊ കാഷ്യസ് ക്ലേ ചോദിക്കും, നിനക്ക് പിന്നെ എന്താ വേണ്ടത്? എനിക്കിത്തിരി പീനട്ട് ബണ്ണാണ് കഴിക്കേണ്ടത്. പക്ഷെ അത് പറഞ്ഞ അമ്മ സമ്മതിക്കുകയില്ല. അതിനെന്ത് വില വരും? ഒരു നിക്കൽ, അത്രേ ഉള്ള. കാഷ്യസ് ക്ലേ ഒരു നിക്കൽ എടുത്ത് അവന് കൊടുക്കും. അവൻ പോയി പീനട്ട് ബണ്ണ് കഴിക്കുന്ന നേരം കാഷ്യസ് ക്ലേ ബീഫ് ഹാംബർഗും അതിൻ്റെ കൂടെയുള്ള പിക്കിള് അത്തരം കാര്യങ്ങളെല്ലാം കഴിച്ച് ഇനി ഒരു നിക്കൽ ബാക്കിയുണ്ട്. പുറത്തു പോയി ഒരു 2 കാർട്ടൺ പാലും കൂടി വാങ്ങിച്ചു കുടിച്ച് ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. 1860 ഒക്ടോബർ 29 കാഷ്യസ് ക്ലേയുടെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗ് ഫൈറ്റ്. എതിരാളി മയാമി സ്റ്റേറ്റ് പോലീസ് ചീഫും ഒരു പ്രൊഫഷണൽ ബോക്സറുമായ ഹൺസൈക്കർ എന്ന വ്യക്തി. കാഷ്യസ് ക്ലേയേക്കാൾ
7-8 വയസ്സ് പ്രായം കൂടുതലുള്ള ഒരാളാണ്. അതായത് 25-26 വയസ്സ് പ്രായം. ഒരുപാട് മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. വളരെ വർഷങ്ങളായിട്ട് പ്രൊഫഷണൽ ബോക്സിംഗ് ചെയ്യുന്ന ഒരാളാണ്. ആ മത്സരത്തിൽ ആദ്യമായി പ്രൊഫഷണൽ ബോക്സിംഗ് ഇറങ്ങിയ കാഷ്യസ് ക്ലേ അദ്ദേഹത്തെ 6 റൗണ്ട് ഫൈറ്റിൽ തോൽപ്പിച്ചു. ഏറ്റവും സന്തോഷം ലൂയിവിൽ മില്യനർ ഗ്രൂപ്പിനാണ്. കാരണം അവരാണല്ലോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രൈസ് മണി $4000. അതിൽ എഗ്രിമെന്റ് പ്രകാരം പകുതി, അതായത് $2000 കാഷ്യസ് ക്ലേക്ക് കിട്ടി. കൂടാതെ ഒരു ചെറിയ അനുമോദന ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചു. പക്ഷേ അതിൽ കാര്യമായിട്ടാരും വന്നില്ല. പക്ഷെ ഒരു വ്യക്തിത്വം അവിടെ പ്രത്യേകം നോട്ട് ചെയ്യപ്പെട്ടു. അത് കാഷ്യസ് ക്ലേയുടെ കൂടെ റോം ഒളിമ്പിക്സിൽ പങ്കെടുത്ത വിൽമ റുഡോൾഫ് എന്ന വനിതാ അത്ലറ്റ് ആയിരുന്നു. വാസ്തവത്തിൽ ഈ വിൽമയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ കാഷ്യസ് ക്ലേക്ക് ഒരു അനുരാഗം മനസ്സിൽ ഉദിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതങ്ങോട്ട് തുറന്നു പറയാനുള്ള ധൈര്യമില്ല എന്നുള്ളത് വേറെ കാര്യം. ഒളിമ്പിക്സ് വില്ലേജിലൊക്കെ വിൽമ വരുന്നതും പോകുന്നതും ഒക്കെ നോക്കി അങ്ങനെ നിൽക്കും. പക്ഷെ വിൽമയ്ക്ക് അത്തരം ഒരു മനസ്സ് വായിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അവരുടെ വിവാഹം നടന്നില്ല. പിന്നീട് വിൽമ റേൻ ഓട്ടൻ എന്ന ഒരു സ്പ്രിന്ററെ വിവാഹം കഴിക്കുന്നു. പിന്നീട് സ്പോർട്സിൽ നിന്ന് വിരമിച്ച് ലോസ് ആഞ്ചലസിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു ദിവസം കാഷ്യസ് ക്ലേ അവരെ കണ്ടുമുട്ടുന്നു. ആ സമയത്താണ് 18ാമത്തെ വയസ്സിൽ മനസ്സിൽ തോന്നിയ ഒരു മോഹം കാഷ്യസ് ക്ലേ അവരോട് പറയുന്നത്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, സമയം കഴിഞ്ഞുപോയി. അടുത്ത ദിവസം ലൂയിവിൽ മില്യനർ ടീം കാഷ്യസ് ക്ലേയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മത്സരങ്ങൾ കുറെ കൂടി സീരിയസ് ആയിട്ട് എടുക്കണം. അതുകൊണ്ട് ഒരു പുതിയ കോച്ചിനെ തനിക്ക് ഉടനെ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. തൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ആ സമയത്ത് ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് കോച്ചാണ് ആർക്കി മോർ എന്ന വ്യക്തി. ധാരാളം ഫീസ് വാങ്ങുന്ന ഒരാളാണ്. പക്ഷെ ആ ടീം അവർക്ക് പണം ഒരു പ്രശ്നമല്ലല്ലോ. കാഷ്യസ് ക്ലേക്ക് വേണ്ടി ആർക്കി മോറിനെ ട്രെയിനറായിട്ട് അപ്പോയിന്റ് ചെയ്തു. വളരെ സീരിയസ് ആയി മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് അവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത്രയും ധീരനായ ഒരു ഫൈറ്റർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു പേടിയായിരുന്നു ആദ്യമായിട്ട് റോം ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ നടത്തിയ വിമാനയാത്ര. കാരണം വിമാനം യാതൊരു ആലംബമില്ലാതെ പറക്കുന്നു, ഏത് നിമിഷവും തകർന്നു വീഴും, അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടി അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ കുട്ടിക്കാലം തൊട്ടേ ഉള്ളതാണ്. റോമിലേക്ക് പോകുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് അദ്ദേഹം എയർപോർട്ടിലെത്തി. അതിന്റെ ഓഫീസിൽ പോയി അന്വേഷിച്ചു, ഇതിന് തൊട്ട് മുമ്പ് നടന്ന വിമാനാപകടം എന്നായിരുന്നു എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ ഒരു ഡേറ്റ് കേട്ട് കാഷ്യസ് ക്ലേ ഞെട്ടി. കാരണം അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. വീണ്ടും വിശ്വസിക്കാനാവാതെ അദ്ദേഹം ചോദിക്കുകയാണ്, അതിനുശേഷം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലേ? അവസാനം അവിടുത്തെ ഒരു സ്റ്റാഫ് അദ്ദേഹത്തിന് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ലോകത്ത് ഏറ്റവും കുറച്ച് അപകടം നടക്കുന്ന ഒരു യാത്രാ മാധ്യമം എന്ന് പറയുന്നത് വിമാനമാണ്. ട്രെയിന്, റോഡ് ട്രാഫിക് ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമാണ് വിമാനയാത്ര എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് കാഷ്യസ് ക്ലേ ഒരു വിമാനത്തിൽ കയറി റോമിലേക്ക് യാത്രയാവുന്നത്. അദ്ദേഹത്തിന്റെ മഹത്തായ ജീവിതത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി തിങ്കളാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.